ഏവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഗാസയിലെ അമേരിക്കൻ ബന്ദികളെ മോചിപ്പിക്കാൻ ദോഹയിൽ ഹമാസ് സംഘവുമായി ട്രംപിൻ്റെ നിർദ്ദേശാനുസരണം അയാളുടെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ചർച്ച നെതന്യാഹുവിനെ അറിയിക്കുകയോ സൈനിസ്റ്റ് പ്രതിനിധികളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നത് നെതന്യാഹുവിനെയും അയാളുടെ സഹപ്രവർത്തകരെയും കടുത്ത വിദ്വേഷത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഉക്രൈൻ കാര്യത്തിൽ എന്ന പോലെ ഇസ്രായേലിൻ്റെ കാര്യത്തിലും സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങുകയാണ് ട്രംപ്. ഈ വിവരമറിഞ്ഞ് വിദേശകാര്യമന്ത്രി റോൺ ഡെർമർ അമേരിക്കയിലെ US ബന്ദികളുടെ പ്രതിനിധി ആദം ബൊഹ്ലിയറിനെതിരെ ആക്രോശിച്ചു എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ആദം ബൊഹ്ലർ നേരത്തെ ഹമാസിൻ്റെ തടവറയിലായിരുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. ഇയാളെ തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഹമാസുമായി ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ഇസ്രായേലുമായി കൂടിയാലോചിച്ചതായി വൈറ്റ് ഹൗസ് അവകാശപ്പെട്ടെങ്കിലും ഹമാസുമായുള്ള US ചർച്ചകളെക്കുറിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിഞ്ഞത് ചർച്ചകൾക്ക് ശേഷമാണ് എന്നാണ് ഈ മന്ത്രി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഏറ്റവും അധികം രോഷം കൊള്ളുന്നത്. എന്നാൽ ഹമാസുമായുള്ള ചർച്ചയ്ക്ക് ഇസ്രായേലിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതില്ലെന്ന് ട്രംപ് തന്നെയാണ് നിർദ്ദേശിച്ചത് എന്നാണ് ട്രംപിൻ്റെ ഓഫീസ് പറയുന്നത്. അതിന് കാരണം മുൻപൊരിക്കൽ, അതായത് ബൈഡൻ ഭരിക്കുമ്പോൾ ഹമാസുമായി ചർച്ച ചെയ്യുന്നതിനെക്കുറിച്ച് നെതന്യാഹുവുമായി ആലോചിച്ചപ്പോൾ അയാൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ട് ഇത്തവണ അയാളെ അറിയിക്കേണ്ട എന്ന് ഈ അമേരിക്കൻ ഓഫീസ് തീരുമാനിക്കുകയായിരുന്നു. ഹമാസുമായുള്ള കൂടിക്കാഴ്ചകൾ രഹസ്യമായാണ് അമേരിക്ക നടത്തിയതെങ്കിലും അത് മാധ്യമങ്ങൾക്ക് ചോർന്നതാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഗുരുതരമാക്കിയത്. അതിലും പ്രധാനം, ബന്ദികളെ വിട്ടയക്കാൻ ട്രംപ് ഹമാസിന് പണം വാഗ്ദാനം ചെയ്തു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം നാണം കെടുത്തിയത്. അവർ ഇത്രയും രോഷം കൊള്ളാൻ കാരണം ഇതാണെന്നും ട്രംപിൻ്റെ ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ട്രംപിനെ പിണക്കാൻ നെതന്യാഹു ഒരിക്കലും തയ്യാറാവില്ല. അത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അയാൾക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് ഹമാസുമായുള്ള ചർച്ചകളുടെ പേരിൽ US-നെ പരസ്യമായി വിമർശിക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനു പകരം ഹമാസുമായി നേരിട്ടുള്ള ചർച്ചകളെക്കുറിച്ച് ഇസ്രായേലിൻ്റെ നിലപാട് അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് എന്നൊരു പ്രസ്താവന മാത്രമാണ് നെതന്യാഹുവിൻ്റെ ഓഫീസ് പുറത്തിറക്കിയത്. ദുഃഖം കടിച്ചമർത്തിയുള്ള ഈ പ്രസ്താവനയൊക്കെ പുറത്തിറക്കാൻ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്നത് ജനുവരിയിൽ ഒപ്പുവെച്ച കരാർ അനുസരിച്ച് ഘട്ടം ഘട്ടമായുള്ള ഇടപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കണമെന്ന ഹമാസിൻ്റെ ആവശ്യത്തിന് മുന്നിൽ ട്രംപ് വഴങ്ങുന്നു എന്നുള്ള ഒരു ഭയമാണ്. അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയും രണ്ടാം ഘട്ടത്തിൽ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും വേണ്ടി വരും. അതാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും. കാരണം ഗസയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെതന്യാഹു കണ്ടിട്ടുണ്ട്. അതിനൊപ്പം ഗസ പിടിച്ചെടുക്കുമെന്ന ട്രംപിൻ്റെ പ്രസ്താവന കൂടി വന്നപ്പോൾ അയാൾ കൂടുതലാണ് സന്തോഷിച്ചത്. അതോടൊപ്പം അമേരിക്കയിൽ ട്രംപ് നൽകിയ സ്വീകരണം കൂടുതൽ പ്രതീക്ഷയും നൽകുന്നതായിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിലെ ഈ നെതന്യാഹുവിൻ്റെ ശരീരഭാഷ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അയാൾ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ചത്. അതിനുശേഷം അയാൾ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിട്ട് ട്രംപാണ് ഞങ്ങളുടെ ഏറ്റവും അധികം അടുത്ത സുഹൃത്ത്, അമേരിക്ക ഞങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ ഒരുപാട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് നെതന്യാഹുവിനെ അറിയിക്കാതെ ട്രംപ് ഹമാസുമായി രഹസ്യ ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ ട്രംപിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. ഇക്കാര്യം ഞാൻ ഒരിക്കൽ നിങ്ങളോട് സൂചിപ്പിച്ചതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. ട്രംപ് ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ട്രംപിന് ഈ വർഷത്തെ നോബൽ സമ്മാനം വാങ്ങണം. ഗസയിലെയും ഉക്രൈനിലെയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെട്ടാൽ നോബൽ സമ്മാനം നൽകാം എന്നൊരു വാഗ്ദാനം നോബൽ കമ്മിറ്റി ട്രംപിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിൻ്റെ ഏക ലക്ഷ്യവും ഈ നോബൽ സമ്മാനം മേടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ട്രംപിൻ്റെ ഈ ആഗ്രഹം നിറവേറ്റണമെങ്കിൽ ട്രംപ് ഒരുപാട് കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും. അതിൽ പ്രധാനമായത്, ഇനി ഇപ്പോഴത്തെ ഈ കാര്യം കാണാൻ വേണ്ടി ട്രംപ് നോബൽ സമ്മാനം വാങ്ങിയെടുക്കാൻ വേണ്ടി മാത്രം ഗസയിലെയും ഈ യുക്രൈനിലേക്ക് യുദ്ധം അവസാനിപ്പിച്ച് ഇടനിലക്കാരനായി ഇന്ന് യുദ്ധം അവസാനിപ്പിച്ച്
നോബൽ സമ്മാനം വാങ്ങിയെടുത്തതിന് ശേഷം വീണ്ടും ഗസയെ ആക്രമിക്കാം എന്നൊരു തീരുമാനം എങ്ങാനും എടുത്താൽ പണ്ട് മ്യാൻമറിലെ സൂചിക്ക് സംഭവിച്ചതുപോലെ കൊടുത്ത നോബൽ സമ്മാനം അവർ തിരിച്ചെടുക്കും എന്നുള്ളതാണ്. ശരിക്കും നോബൽ സമ്മാന വാഗ്ദാനം ട്രംപിനെ കുടുക്കിലാക്കിയ ഒരു കൂട്ടാണ്. യുദ്ധം തൊഴിലാക്കിയ അമേരിക്കയെ സംബന്ധിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റ് നോബൽ സമ്മാനം വാങ്ങുക എന്നത് ഒരു പ്രത്യേക ബഹുമതി തന്നെയാണ്. അഥവാ അങ്ങനെ ഒരു നോബൽ സമ്മാനം ഈ ട്രംപിന് കിട്ടിക്കഴിഞ്ഞാൽ ട്രംപ് സമാധാനത്തിൻ്റെ വിത്താണെന്ന് ലോകം മുഴുവൻ ഇയാളെ പുകഴ്ത്തിപ്പാടും. പ്രത്യേകിച്ച് ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ ഈ ട്രംപിനെ കുറിച്ച് നല്ലത് പറയും എന്നുള്ളതാണ് സത്യം. ആ ബഹുമതിയൊക്കെ ട്രംപ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്ന നെതന്യാഹുവിനെ ചെവിക്ക് പിടിച്ച് പുറത്തിറക്കിയാണ് ഹമാസുമായി ചർച്ചയ്ക്ക് ഇപ്പോൾ ട്രംപ് ഖത്തറിലേക്ക് ആളെ അയച്ചിരിക്കുന്നത്. ട്രംപ് ഹമാസിനെ മുന്നിൽ വയ്ക്കുന്നത് ശരിക്കും ഒരു അപേക്ഷയാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ അയാൾ സാധാരണ ചെയ്യുന്നത് പോലെ ഒരു ആജ്ഞയല്ല. അതിങ്ങനെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നത്, അതായത് പ്രത്യേകിച്ച് US ബന്ദികളെ മോചിപ്പിക്കുന്നത് തനിക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് ട്രംപ് ഹമാസിനെ അറിയിച്ചിരിക്കുന്നത്. ഇങ്ങനെ ട്രംപ് പറയുമ്പോൾ നിങ്ങൾ എന്നെ ദയവായി സഹായിക്കണം എന്നൊരു അപേക്ഷ തന്നെയാണ്. അത് നോബൽ സമ്മാനം വാങ്ങാൻ സഹായിക്കൂ എന്ന ഒരു അപേക്ഷയാണ്. മറ്റൊരു ഉറപ്പ് നൽകുന്നത് ഇസ്രായേൽ ഇനി ആക്രമിക്കാതെ ദീർഘകാല വെടിനിർത്തൽ ഞാൻ നടപ്പിലാക്കി തരാം എന്നുള്ളതാണ്. അതുകൂടാതെ ഒരു വലിയ ഓഫർ ട്രംപ് ഈ ഹമാസിന് മുന്നിൽ വയ്ക്കുന്നുണ്ട്. ഹമാസ് നേതാക്കൾക്ക് ഗസയിൽ സുരക്ഷിതമായി ജീവിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടാക്കി തരും എന്ന് ട്രംപ് പറയുമ്പോൾ ഇസ്രായേലിനെ നിലയ്ക്ക് ഞാൻ നിർത്തും എന്നുള്ള ഒരു ഉറപ്പാണ്. അതിലൂടെ ശേഷിക്കുന്ന എല്ലാ ബന്ദികളെ മോചിപ്പിക്കൽ, യുദ്ധം അവസാനിപ്പിക്കൽ എന്നിവ ഉൾപ്പെടുന്ന വിശാലമായ ഒരു കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാണ് ഇപ്പോൾ ലോകത്തുള്ള എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് ഇങ്ങനെ ഒരു നീക്കവുമായി മുന്നോട്ട് പോകുമ്പോൾ ട്രംപിനെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും നെതന്യാഹുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ ചർച്ചയുടെയും അപേക്ഷയുടെയും ഒക്കെ തുടക്കം ട്രംപ് ഇതുവരെ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായ ഒരു നീക്കം തന്നെയാണ്. അതിനർത്ഥം ട്രംപ് ചെയ്യാത്തത് പറയുകയും ചെയ്യുന്നത് രഹസ്യമാക്കി വെക്കുകയുമാണ്. ഇത് ഇസ്രായേലിൻ്റെ സ്വപ്നങ്ങളെ തകർക്കുകയും കൂടുതൽ നാണക്കേടിലേക്ക്, അതല്ലെങ്കിൽ നിരാശയിലേക്ക് ഈ നെതന്യാഹുവിനെ തള്ളിവിടുകയാണ്. ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നെതന്യാഹു ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അയാൾ മധ്യേഷ്യയിലെ അറബികളെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമമാണ്. വരും കാലങ്ങളിൽ ട്രംപിന് ഇത്തരമൊരു നീക്കം നടത്താനേ കഴിയൂ. കാരണം മധ്യേഷ്യയിലെ എല്ലാ അടവുകളും ഫലിക്കാതെ പോവുകയാണ്. അതിശക്തമായ എതിർപ്പാണ് ഇപ്പോൾ മധ്യേഷ്യയിൽ നിന്നും ഈ അമേരിക്കയ്ക്കെതിരായിട്ട് ഉണ്ടാകുന്നത്. അത് ഇസ്രായേലിനെ അമേരിക്ക കൂടുതൽ പിന്താങ്ങുന്നതുകൊണ്ടുള്ള ഒരു തകരാറാണ്. അതിൽ നിന്ന് ട്രംപ് മാറി നിൽക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.